നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നൈജീരിയൻ യാത്രക്കിടയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് വ്ളോഗർമാർ. ഇപ്പോൾ പല വ്ളോഗേഴ്സും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലേക്കും യാത്ര നടത്താറുണ്ട്. ആ യാത്രയിലുടനീളം അവർക്കുണ്ടാകുന്ന നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ മോശ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ യാത്രകളിലൂടെ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ US വ്ളോഗർ ലെക്സി ആൽഫോർഡാണ് നൈജീരിയൻ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ മോശം അനുഭവം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ രാജ്യത്തേക്ക് ചെല്ലുമ്പോഴും അവിടെയുള്ളത് ഓരോ രീതികളാണ്, ഓരോ സംസ്കാരമാണ്, ഓരോ നിയമ രീതികളൊക്കെ തന്നെയാണ്. യാത്ര ചെയ്യുന്നതിൽ നിന്ന് സ്ത്രീകളെ പേടിപ്പിക്കാനല്ല, മറിച്ച് അസുഖകരവും സുരക്ഷിതവുമല്ലാത്തതുമായ സാഹചര്യങ്ങൾ എവിടെ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത് പങ്കുവെക്കുന്നതെന്നും വ്ളോഗറായിട്ടുള്ള ലെക്സി കുറിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്: ഞാൻ നൈജീരിയയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനായി വിമാനത്താവളത്തിലെ എമിഗ്രേഷനിൽ ഒറ്റയ്ക്കാണ് പോയത്. പെട്ടെന്ന് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നെ അടിമുടി നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നെക്കൊണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ എൻ്റെ രാജ്യം വിട്ടുപോകാൻ ഞാൻ നിന്നെ അനുവദിക്കുമായിരുന്നില്ല. എൻ്റെ ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി ചങ്ങലക്കിടുമായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീകളോട് കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള യാതൊരു സംശയവും വേണ്ട. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ തന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ തൻ്റെ ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ ചങ്ങലക്കിടുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. യാതൊരു മുഖവരയും ഇല്ലാതെ ലെക്സി ഇത് തൻ്റെ പേജിൽ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നട്ടുച്ച സമയത്ത് മറ്റു ഓഫീസർമാർ ചുറ്റുമുള്ളപ്പോൾ തൻ്റെ പാസ്പോർട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അയാൾ ഇക്കാര്യം പറഞ്ഞതെന്നും വ്ളോഗർ ഓർത്തെടുത്തു. പ്രതികരിക്കാൻ കഴിയാത്ത വിധം താൻ നടുങ്ങിപ്പോയി. താൻ ഒരാളിൽ നിന്ന് കേട്ടതിൽ ഏറ്റവും മോശമായ കാര്യമായിരുന്നു അത്. ഇത് പറഞ്ഞത് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാളാണെന്നും ലെക്സി പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് യാത്ര ചെയ്യുന്നതിൽ നിന്ന് സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്താനല്ല, എന്നാൽ അസുഖകരവും സുരക്ഷിതവുമല്ലാത്തതുമായ സാഹചര്യങ്ങൾ എവിടെയും ഉണ്ടാകാമെന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചതാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ബോധവതികളായിരിക്കുക. നിങ്ങളുടെ ധൈര്യത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകൂ. ഒരുപാട് ചുറ്റിക്കാണാനുള്ളതാണ് ഈ ലോകമെന്നും ലെക്സി ആൽഫോർഡ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. താഴെ നിരവധി ആളുകളാണ് ലെക്സിയെ പിന്തുണച്ച് രംഗത്ത് വന്നത്. ലോകത്തെ എല്ലാ പരമാധികാര രാജ്യങ്ങളും സന്ദർശിച്ച പ്രായം കുറഞ്ഞ വ്യക്തിക്കുള്ള ഗിന്നസ് ലോക റെക്കോർഡാണ് ലെക്സി 2019 സ്വന്തമാക്കിയിട്ടുള്ളത്. 196 രാജ്യങ്ങൾ സന്ദർശിച്ച ലെക്സി തൻ്റെ യാത്രകൾ വ്ളോഗുകളിലൂടെ ഫോളോവർമാരുമായി പങ്കുവെക്കുന്നതും പതിവാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ തന്നെ ഇനിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലക്ഷ്യങ്ങളാണ് ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് മുന്നിലുള്ളത്. ഇതിനിടയിലാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ പങ്കുവെച്ചതുകൊണ്ട് തന്നെയാണ്, ഇതിപ്പോൾ പറഞ്ഞ പോലെ നിരുത്സാഹപ്പെടുത്താനല്ല, ഇനി അങ്ങോട്ടേക്ക് യാത്ര പോകാനിരിക്കുന്ന പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ആർക്ക് വേണമെങ്കിലും ഇതൊരു മുൻകരുതലാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല, എല്ലാ ലോകത്തിൻ്റെ പല കോണുകളിൽ പോയാലും നമ്മളെ സഹായിക്കുന്ന, യാതൊരു തരത്തിലുള്ള പ്രതിഫലം ഒന്നും വാങ്ങാതെ തന്നെ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ആളുകളുള്ള വളരെ നല്ല സന്മനസ്സുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആ ഒരു രാജ്യത്തിനെ തന്നെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന, അതും ഈ ഒരു മേഖലയിലടക്കം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് എന്നുള്ളത് കാണിക്കാൻ, അല്ലെങ്കിൽ അത് ലോകത്തോട് വിളിച്ചു പറയാൻ തന്നെയാണ് ഈ ഒരു വ്ളോഗറായിട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്.